യേശുദേവന്റെ കുരിശുമരണ പീഠാനുഭവ സ്മരണയിൽ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ അതിരൂപത അന്ധകാര ശക്തികളിൽ നിന്ന് മണിപ്പൂരിലെ ജനങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുവെന്നും ക്ഷുദ്രശക്തികൾക്കെതിരെ നിലപാടെടുക്കണമെന്നും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. ഏതെങ്കിലും ന്യൂനപക്ഷം ഭയത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ വിമർശിച്ചു. യേശുദേവന്റെ കുരിശുമരണത്തിന്റെയും പീഡാനുഭവത്തിന്റെയും സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴി ഉൾപ്പെടെ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കുന്നു. തിരുവനന്തപുരം പാളയത്ത സെന്റ് ജോസഫ് പള്ളിയിൽ ലത്തീൻ അതിരൂപതയുടെയും സിറോ മലബാർ സഭയുടെയും മലങ്കര കത്തോലിക്ക സഭയുടെയും ആഭിമുഖ്യത്തിൽ സംയുക്ത കുരിശിന്റെ വഴി നടന്നു. ചടങ്ങിന് മുന്നോടിയായി നടന്ന ആമുഖ പ്രസംഗത്തിലും അതിനുശേഷം നടന്ന സമാപന പ്രസംഗത്തിലും ബിഷപ്പുമാർ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെ നിർഭയമായി ജീവിക്കാനാകണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും ദുർബല വിഭാഗം ഭയത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പരാജയമെന്നും വിമർശിച്ചു. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളെ കുറിച്ച് ജാഗ്രതയോടുകൂടിയായിരിക്കുവാൻ, നിർഭയമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ, അതിനുള്ള ഒരു വലിയ കൃപയാണ് കർത്താവിന്റെ കുരിശ് നമുക്ക് നൽകുക. അതിനുശേഷം നഗരം ചുറ്റി കുരിശിന്റെ വഴി വിശ്വാസികൾ ആചരിച്ചു. പള്ളിയിൽ നിന്നും തുടങ്ങി അയ്യങ്കാളി ഹാൾ വഴി ഫ്ലൈ ഓവർ ചുറ്റി വീണ്ടും പള്ളിയിൽ എത്തിച്ചേർന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും കുരിശിന്റെ വഴി ചടങ്ങിൽ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ശശി തരൂരും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും ബിഷപ്പുമാർക്കൊപ്പം ചേർന്നു. തുടർന്ന് സമാപന പ്രസംഗത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. മതാധിപത്യ സങ്കുചിത മനോഭാവം വളർത്തിക്കൊണ്ടുവരാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും തോമസ് ജെ നെറ്റോ ഓർമ്മിപ്പിച്ചു. അന്ധകാര ശക്തികളിൽ നിന്ന് മണിപ്പൂരിലെ ജനങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ വിമർശനം. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം തുടങ്ങിയവ സംരക്ഷിക്കപ്പെടുവാൻ ക്രൈസ്തവരായ നാം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.